അപ്പോൾ നമുക്ക് ഫൈനൽ റീഡിംഗ് ഈ ബ്യൂററ്റ് നമ്മുടെ ഐ ലെവൽ വെച്ച് എടുത്തു നോക്കിയപ്പോൾ ഇവിടെയാണ് ആ മാർക്കിംഗ് വന്ന് നിൽക്കുന്നത്. ഈ കാണുന്നത് 19.7 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ വാല്യൂ ആണ് നമുക്ക് കിട്ടിയ വോളിയം ഓഫ് എക്സിഎൽ യൂസ്ഡ് 19.7. അപ്പോൾ ഈ വാല്യൂ അത്ര ഷാർപ്പാകണം നിർബന്ധമില്ല ആദ്യത്തെ ടൈട്രേഷൻ ആയതുകൊണ്ട്. ഇപ്പോൾ നമുക്ക് റേഞ്ച് മനസ്സിലായി. 19.7 നമ്മുടെ എൻഡ് പോയിന്റ്. അപ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും ഇതെല്ലാം വാഷ് ചെയ്ത് 1 ബ്യൂററ്റ് 0 ആയിട്ട് ഫില്ല് ചെയ്തു. കോണിക്കൽ ഫ്ലാസ്ക് വാഷ് ചെയ്തു. വീണ്ടും ഒരു 20 ml നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ നിന്ന് പിപ്പറ്റ് ഉപയോഗിച്ച് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് പിപ്പറ്റ് ഔട്ട് ചെയ്തു. വീണ്ടും ഫിനോഫ്തൽ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തു. അപ്പോൾ പിങ്ക് കളർ കിട്ടി. അത് വീണ്ടും നിറച്ച 0 വാല്യൂ വരെ നിറച്ച എക്സിഎൽ ഇരിക്കുന്ന ബ്യൂററ്റിന്റെ അടിയിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ടാപ്പ് തുറന്നു. എക്സിഎൽ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്കറിയാം അതിന്റെ എൻഡ് പോയിന്റ് ഒരു 19.7 അടുത്താണ്. അപ്പോൾ ഒരു 19 വരെ ഞാൻ സ്പീഡിൽ ചെയ്യുന്നു, ഷേക്ക് ചെയ്യുന്നു. ഇനി 19 ശേഷം ഞാൻ ഒരു ഡ്രോപ്പ് ആടിയും ഷേക്ക് ചെയ്യും, ഒരു ഡ്രോപ്പ് ആടിയും ഷേക്ക് ചെയ്യും, ഒരു ഡ്രോപ്പ് ആടിയും ഷേക്ക് ചെയ്യും. അങ്ങനെ ഷേക്ക് ചെയ്തപ്പോൾ എനിക്കൊരു എൻഡ് പോയിന്റ് കിട്ടി. ഒറ്റ ഡ്രോപ്പിൽ ആ പിങ്ക് കളർ പെർമനന്റ് ആയിട്ട് ഇല്ലാതായി. ബ്യൂററ്റ് ഞാൻ എടുത്ത് എന്റെ കണ്ണിന്റെ ലെവൽ ഐ ലെവൽ വെച്ച് നോക്കിയപ്പോൾ ആ റീഡിംഗ് 19.5 ആയിട്ടാണ് കണ്ടത്, ഷാർപ്പായിട്ട് 19.5. അത് എന്റെ രണ്ടാമത്തെ റീഡിംഗ് ആയിട്ട് എഴുതും. വോളിയം ഓഫ് NaOH 20, ഇനിഷ്യൽ റീഡിംഗ് 0, ഇപ്പൊ കിട്ടിയത് 19.5. അതുകൊണ്ട് വോളിയം ഓഫ് എക്സിഎൽ യൂസ് 19. ഇത് ഷാർപ്പ് വാല്യൂ ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ രണ്ടാമത്തെ വാല്യൂ ആയിട്ട് മൂന്നാമത്തെ വാല്യൂ ആയിട്ട് എഴുതി. അപ്പോൾ എനിക്ക് കൺകോർഡന്റ് വാല്യൂ ആയിട്ട് 19.5 ml കിട്ടി. ഇനി ഇതിനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ഇതിന്റെ അളവ് കണ്ടുപിടിക്കാൻ പോവാണ്. അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് നോർമാലിറ്റി ഇക്വേഷൻ. നോർമാലിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് N1V1 is equal to N2V2. N1V1 is equal to N2V2. ഇവിടെ ഒന്നാം സ്ഥാനം ബ്യൂററ്റിലിരിക്കുന്ന എക്സിഎൽ ആണ്. രണ്ടാം സ്ഥാനം നമ്മൾ പിപ്പറ്റ് ചെയ്യുന്ന ആൽക്കലി സൊല്യൂഷനാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നോർമാലിറ്റി ഓഫ് NaOH, നോർമാലിറ്റി ഓഫ് എക്സിഎൽ. എക്സിഎലിന്റെ നോർമാലിറ്റിയാണ് നമുക്ക് വേണ്ടത്. അത് N1 ആണ്. അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എക്സിഎലിന്റെ സ്ട്രെങ്ത് തന്നിട്ടുണ്ട് 3.65 gram per liter. അപ്പോ നോർമാലിറ്റി കണ്ടുപിടിക്കാൻ വെയിറ്റ് പെർ ലിറ്ററിനെ അതിന്റെ ഇക്വലന്റ് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇക്വലന്റ് മാസ്. ഇപ്പൊ വെയിറ്റ് പെർ ലിറ്റർ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 3.65 ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ്. എക്സിഎലിന്റെ ഇക്വലന്റ് മാസ് വേണം. അപ്പോ ഇക്വലന്റ് മാസ് ഓഫ് എക്സിഎൽ ഇതൊക്കെ എഴുതുന്നതിന് മാർക്കുണ്ട്. ഇക്വലന്റ് മാസ് ഓഫ് എക്സിഎൽ ഈസ് ഈക്വൽ ടു എക്സിഎൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമുല യൂണിറ്റിൽ ഒരു എച്ച് പ്ലസും ഒരു CL മൈനസുമായിട്ടാണ്. അപ്പോ അത് 1 ഇക്വലന്റ് ആണ്. അപ്പൊ ചാർജ് ഓൺ കാറ്റിയോൺ ഓർ ചാർജ് ഓൺ ആനയോൺ നോക്കിയാൽ 1 ആണ്. അതുകൊണ്ട് 1 ഇക്വലന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ മോളാർ മാസ് തന്നെയാണ് ഇക്വലന്റ് മാസ്. ഒരു മോൾ എക്സിഎലിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ 1 gram, ഒരു ക്ലോറിൻ 35.5. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ 36.5. ഇതാണ് ഇക്വലന്റ് മാസ് ഓഫ് എക്സിഎൽ. ഇക്വലന്റ് മാസ് ഓഫ് എക്സിഎൽ 36.5 gram ആൻഡ് ഗ്രാം ഇക്വലന്റ് മാസ്. ഇതേപോലെ ഇക്വലന്റ് മാസ് ഓഫ് NaOH. NaOHന്റെ പ്രത്യേകത അവിടെയും സോഡിയം 1 ഇക്വലന്റ് ആണ്, ഹൈഡ്രോക്സൈഡ് അയണും 1 ഇക്വലന്റ്. ഫോർമുല യൂണിറ്റ് ഇടുമ്പോൾ NaOH Na പ്ലസും OH മൈനസും. അപ്പോൾ ടോട്ടൽ ചാർജ് ഓൺ കാറ്റിയോൺ 1, ടോട്ടൽ ചാർജ് ഓൺ ആനയോണും 1 യൂണിറ്റ് ആണ്. അപ്പോൾ 1 ഇക്വലന്റ് തന്നെയാണ്. അപ്പോൾ മോളാർ മാസ് തന്നെയാണ് ഇക്വലന്റ് മാസ്. ഒരു സോഡിയം 23, ഒരു ഓക്സിജൻ 16, ഒരു ഹൈഡ്രജൻ 1 എല്ലാം ആഡ് ചെയ്യുമ്പോൾ 40 കിട്ടും. അപ്പോൾ എന്റെ ഗ്രാം ഇക്വലന്റ് മാസ് 40 gram. ഇനി നമുക്കിവിടെ കാൽക്കുലേഷൻ വരുമ്പോൾ നോർമാലിറ്റി ഇക്വേഷൻ N1V1 is equal to N2V2. ആദ്യം നമ്മൾ നോർമാലിറ്റി ഓഫ് എക്സിഎൽ കണ്ടുപിടിക്കുന്നു. അത് N1 ആണ്. ആ N1 നോർമാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല വെയിറ്റ് പെർ ലിറ്റർ ഡിവൈഡ് ബൈ ഇക്വലന്റ് മാസ്. അപ്പോൾ ഇവിടെ വെയിറ്റ് പെർ ലിറ്റർ 3.65 ആണ്. അതിനെ എക്സിഎലിന്റെ ഇക്വലന്റ് മാസ് ആയ 36.5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 36.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആൻസർ 0.1 നോർമൽ. ഇനി നമുക്ക് വേണ്ടത് V1 ഉം V2 ആണ്. V1 എന്ന് പറയുന്നത് വോളിയം ഓഫ് എക്സിഎൽ ആണ്. വോളിയം ഓഫ് എക്സിഎൽ ആണ് V1. ഇതാണ് നമ്മുടെ ഒന്നാം
സ്ഥാനമുള്ള ആസിഡ്, അതാണ് V1. ഇപ്പോൾ വോളിയം ഓഫ് HCl അതാണ് V1. ആ V1 എന്ന് പറയുന്നത് നമ്മുടെ കൺകോർഡന്റ് വാല്യൂ ആണ്, ഫൈനൽ വാല്യൂ ആണ്. അത് 19.5 ml ആണ്. ഇനി വോളിയം ഓഫ് NaOH, അതിന് മാറ്റമില്ല, അത് V2 ആയിട്ട് എടുക്കും. അതെപ്പോഴും പിപ്പറ്റ് ചെയ്യുന്ന വോളിയമാണ്, അതെപ്പോഴും 20 ആണ്. ഇപ്പോൾ 20 ml. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് നോർമാലിറ്റി ഓഫ് നമ്മുടെ NaOH. HClന്റെ നോർമാലിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നോർമാലിറ്റി ഓഫ് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. നോർമാലിറ്റി ഓഫ് NaOH, ദാറ്റ് ഈസ് N2. അതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ N2 കണ്ടുപിടിക്കാൻ നമ്മളിവിടെ ഇക്വേഷൻ ഉണ്ട്. N1V1 = N2V2. അപ്പോൾ നമുക്ക് ഈ N2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ V2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ N1V1 ഡിവൈഡഡ് ബൈ V2. അപ്പോൾ എങ്ങനെ പിടിക്കും? നോർമാലിറ്റി ഓഫ് N2 അല്ലെങ്കിൽ നോർമാലിറ്റി ഓഫ് NaOH, N2 = N1V1 ബൈ കൂടുള്ള V2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. വാട്ട് ഈസ് N1? N1 ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു, 0.1. V1 എന്ന് പറയുന്നത് നമ്മുടെ HClന്റെ വോളിയമാണ്, അത് 19.5 ആണ്. 19.5 ഡിവൈഡഡ് ബൈ V2 എന്നുള്ളത് നമ്മൾ പിപ്പറ്റ് ചെയ്ത വോളിയമാണ്, 20. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ